5 തലമുറകളായി നിങ്ങൾക്കൊപ്പം PRS ഹോസ്പിറ്റൽ. നമസ്കാരം സാർ. ഒരു സമൂഹത്തിൽ മാറ്റങ്ങൾ വരുന്നത് വ്യക്തികളിൽ കൂടെയാണ് എന്ന് വിശ്വസിക്കുന്ന ആളാണ് ഞാൻ. കാരണം നമ്മൾ എത്ര മാസ് സൈക്കോളജി പറഞ്ഞാലും വ്യക്തികൾ പ്രവർത്തിച്ചാൽ മാത്രമേ ആ സമൂഹത്തിന് മാറ്റമുണ്ടാക്കാൻ കഴിയൂ. ഇപ്പോൾ ഗാന്ധിജിയൊക്കെ പറയുന്നതും വ്യക്തിയിലൂടെ മാറ്റമുണ്ടാകണം എന്ന് പറയുന്നതാണ്. അതിനാണ് പിന്നെ ഇപ്പോൾ മാർക്സിയൻ തിയറി അനുസരിച്ചുള്ളൊരു വ്യത്യാസം അതൊക്കെ തന്നെയാണ്. അപ്പോൾ വ്യക്തിക്ക് വലിയ പ്രാധാന്യമുണ്ട്. ഇപ്പോൾ സാറിൻ്റെ ജീവിതം കൊണ്ട് വലിയ കഥകൾ, പുതിയ ചരിത്രം രചിച്ചിട്ടുള്ള ആളാണ്. ഓരോ കാര്യം ഇന്നിപ്പോൾ ഡൽഹി മുനിസിപ്പൽ കോർപ്പറേഷൻകാർ ഡൽഹി ഇടിക്കുന്ന ഒരു വാർത്ത വന്നിട്ടുണ്ട്, ചാനലുകളിലൊക്കെ ഒരു വന്നിട്ടുണ്ട്, അവർ അനധികൃത കെട്ടിടങ്ങൾ ഇടിക്കുന്നത്. അത് കണ്ടപ്പോൾ ശരിക്ക് വർഷങ്ങൾക്ക് മുമ്പ് സാറിൻ്റെ ആ ഒരു ചിത്രങ്ങളും കാര്യങ്ങളുമാണ് എനിക്ക് പെട്ടെന്ന് ഓർമ്മ വന്നത്. സാർ 2 പുസ്തകം എഴുതിയിട്ടുണ്ട്. ഒന്ന് മേക്കിംഗ് ദ ഡിഫറൻസ് എന്ന് പറഞ്ഞാൽ 3 പുസ്തകം എഴുതിയിട്ടുണ്ട്. അത് മറ്റേ പുസ്തകങ്ങൾ അത് സാർ വിശദാംശം പറയും. പുസ്തകങ്ങൾ എഴുതി. ഞാൻ ഇപ്പോൾ ഈ ഒരു സംഭാഷണം നമ്മൾ നടത്തുന്നത് പുതിയ ജനറേഷനിൽപ്പെട്ട IASകാർ ഒരുപാട് പേരുണ്ട്. ഇന്ത്യയിൽ ഒരു 8-10 ലക്ഷം ആളുകൾ, കുട്ടികൾ IAS പരീക്ഷ എഴുതും. അതിലൊരു 10,000-15,000 പേരെ ലിസ്റ്റ് ചെയ്യും. ഒരു 10,000 പേരെ നമ്മൾ പോസ്റ്റ് ചെയ്യും. പല കേഡറുകളിലായിട്ട് 10-15 കേഡറുകളായിട്ട് പോസ്റ്റ് ചെയ്യും. അപ്പോൾ ന്യൂ ജനറേഷനിലും ആളുകളുണ്ട്, പഴയ ഓൾഡ് ടീമും ഉണ്ട്, സിസ്റ്റത്തിലുള്ളവരുമുണ്ട്. എവരോട് സാറിൻ്റെ ഈ ഒരു ജീവിതാനുഭവത്തിൽ എന്താണ് അവരോട് പറയും? സാറ് അങ്ങനെ നിർഭയമായി സാർ ഒരു കാലഘട്ടത്തിൽ സഞ്ചരിക്കുന്ന ബോംബ് എന്ന് വരെ സാറിനെ പറയുന്നൊരു കാലമുണ്ടായിരുന്നു. ഞാനതൊക്കെ നന്നായി ഓർക്കുന്നത്. അപ്പോൾ അത്ര വളരെ ഡെയറിങ് ആയിട്ടുള്ളൊരു ഓഫീസറായി സാറിന് ജീവിക്കാൻ കഴിഞ്ഞത് ഈ ജനാധിപത്യത്തിൽ തന്നെയാണ്. അതിനൊരു മാറ്റവും വരുത്തിയിട്ടില്ല. ഒരു പൊളിറ്റിക്കൽ സിസ്റ്റം മാറിയില്ല, ഒന്നും മാറിയില്ല, അവിടെ തന്നെയാണ്. അപ്പോൾ എങ്ങനെയാണ് സാറിൻ്റെ ആ അനുഭവങ്ങളൊന്ന് പുസ്തകത്തിൻ്റെ കൂടെ പശ്ചാത്തലത്തിലും ഏറ്റവും ലേറ്റസ്റ്റ് പുസ്തകം ഒന്ന് പരിചയപ്പെടുത്തിക്കൊണ്ട് സാർ പറഞ്ഞാൽ നന്നായിരിക്കും. സുഭാഷ്, ഇത് ആണ് എൻ്റെ ലേറ്റസ്റ്റ് പുസ്തകമാണ്, ദ വിന്നിംഗ് ഫോർമുല 52 ways to change your life. ദ ബ്ലൂംസ്ബറി, ലോകത്തിലെ ഏറ്റവും വലിയ പബ്ലിഷർ പബ്ലിഷ് ചെയ്തിരിക്കുന്ന. അപ്പോൾ ഇതിൻ്റെ ഉദ്ദേശം എന്ന് വെച്ചാൽ വളരെ ലളിതമാണ്. നമുക്ക് വേണമെന്ന് വെച്ചാൽ എന്തു വേണമെങ്കിലും ചെയ്യാം എന്ന് ജനങ്ങളോട് പറയാനുള്ള പുസ്തകമാണ്. ഇത് ഞാൻ വലിയ ഒരാളാണെന്ന് പറയാൻ വേണ്ടിയല്ല. ഞാൻ ചെയ്ത കാര്യങ്ങൾ, അത് കുറേ കാര്യങ്ങളുണ്ട്, അത് ആർക്ക് വേണമെങ്കിലും ചെയ്യാം. കാരണം എന്നെപ്പറ്റി ധാരാളം എഡിറ്റോറിയൽസ് വന്നിട്ടുണ്ട്, അത്ഭുത മനുഷ്യനെ മറ്റേത് മറിച്ചെന്നൊക്കെ പറഞ്ഞുകൊണ്ട്. അറിയാമല്ലോ, ഞാൻ ടൈം മാസികയുടെ കവറിലുണ്ടായിരുന്നു, ലോകത്തിലെ 100 നേതാക്കൾ. പക്ഷേ എൻ്റെ കാഴ്ചപ്പാടിൽ ഞാൻ ഈ ചെയ്ത കാര്യങ്ങളൊക്കെ വളരെ ലളിതമാണ്. വേണമെന്ന് വെച്ചാൽ ആർക്ക് വേണമെങ്കിലും ചെയ്യാം. ഈ പുസ്തകത്തിൻ്റെ പുറവശത്ത് കൊടുത്തിരിക്കുന്നത് ഞാനതൊരു 5 ലൈൻ വായിക്കാം. അത് ബ്ലർബിലാണ് കൊടുത്തിരിക്കുന്നത്, വായിക്കാം. KJ അൽഫോൺസ്, എൻ്റെ കേരളത്തിന് പുറത്തുള്ള പേര് KJ അൽഫോൺസ് കണ്ണന്താണെന്ന് പറയും. KJ അൽഫോൺസ് വാസ് ആൻ അൺലൈക്ലി കാൻഡിഡേറ്റ് ഫോർ സക്സസ്. He grew up in a village with no electricity. Although the son of a school teacher, he scored only 42% in the school board examinations. But he went on to become one of the toppers of the civil service examination and featured in Time magazine's list of 100 young global leaders, becoming an MLA, MP and a union minister. The winning formula, ഈ പുസ്തകം, is thus an illustration of what motivation and faith in oneself can accomplish. അപ്പോൾ ഇതിനകത്ത് ഏതാണ്ട് 20 കഥകൾ എൻ്റെ ജീവിതത്തെ പറ്റിയാണ്. ഇതിനകത്ത് 52 ചാപ്റ്റർ എന്ന് പറഞ്ഞില്ലേ. അപ്പോൾ ഓരോ ചാപ്റ്ററും 4 പേജ് മാത്രമേ ഉള്ളൂ. ഒരു 8 വയസ്സുള്ള കുട്ടിക്ക് മനസ്സിലാവുന്ന ഇംഗ്ലീഷ് മാത്രമേ ഇതിനകത്ത് ഒരു ഒറ്റ കഠിന വാക്കുകളൊന്നുമില്ല. അത് വളരെ ലളിതമായിട്ട് 20 കാര്യങ്ങൾ, ഞാൻ ചെയ്ത പ്രധാനപ്പെട്ട കാര്യങ്ങൾ, ഞാൻ എങ്ങനെ ഒരു ഗ്രാമത്തിൽ നിന്ന് 40% ജയിച്ചു. ഞാൻ മണ്ണെണ്ണ വിളക്കിൻ്റെ കീഴിലാണ് പഠിച്ചത്, കാരണം ഞങ്ങളുടെ ഗ്രാമത്തിൽ വൈദ്യുതി ഇല്ലായിരുന്നു. ഞാൻ 10ാം ക്ലാസ് പാസ്സായി തന്നെ വലിയ അത്ഭുതമാണ്. കാരണം ഹെഡ് മാസ്റ്റർ എന്നെ അപ്പനെ വിളിച്ച് പറഞ്ഞ് ഇവൻ പാസ്സാകുകയാണ്. ഏതായാലും എഴുതി ഞാൻ പാസ്സായി. അത് വലിയൊരു അത്ഭുതമാണ്. മണിമല അന്ന് ഗ്രാമത്തിൽ വൈദ്യുതി ഇല്ലായിരുന്നു. അത് കഴിഞ്ഞ് ഞങ്ങൾ 9 പിള്ളേരായിരുന്നു. എൻ്റെ അപ്പനും അമ്മയും 2 പിള്ളേരെ കൂടെ ദത്തെടുത്ത് ഞങ്ങൾ 11 പിള്ളേരായി. വളരെ രസകരമായ ജീവിതമായിരുന്നു ഞങ്ങളുടെ ജീവിതം. 5 ഏക്കർ സ്ഥലത്ത് ഞങ്ങളുടെ ഫാമിനകത്താണ് താമസിച്ചുകൊണ്ടിരുന്നത്. അത് കഴിഞ്ഞ് ഞാൻ തീരുമാനിച്ചു, എനിക്ക് ബുദ്ധിയുണ്ട്, എനിക്ക് കഴിവുണ്ട്. എൻ്റെ അപ്പനും അമ്മയല്ല, എൻ്റെ കൂട്ടുകാരല്ല, എൻ്റെ സമൂഹമല്ല തീരുമാനിക്കുന്നത് എനിക്ക് ബുദ്ധിയുണ്ടോ എന്ന്. ഞാൻ പറഞ്ഞു, എനിക്ക് ബുദ്ധിയുണ്ട്, എനിക്ക് കഴിവുകളുണ്ട്. അത് ഒരിക്കലും ഒരു ക്ലാസ്സിൻ്റെ സ്കൂളിൽ ഒരു സ്റ്റേജിന് മുമ്പിൽ പോകാത്ത ആളാണ് ഇത് പറയുന്നത്. ഞാൻ ഇംഗ്ലീഷ് പഠിക്കാൻ തീരുമാനിച്ചു. ഡിക്ഷണറി എടുത്ത് ഇംഗ്ലീഷ് പഠിച്ചു. ഭിത്തിയോട് സംസാരിച്ച് പഠിച്ചു. അത് കഴിഞ്ഞ് എനിക്കൊരു തീരുമാനം, എനിക്കൊരു ഡിബേറ്റ് പ്രസംഗാനാകണമെന്ന്. ഞാൻ ഭിത്തിയോട് 6 മാസം സംസാരിച്ചിട്ട് ആദ്യം പ്രസംഗിക്കാൻ ചെന്നപ്പോൾ ഓഡിറ്റോറിയത്തിൽ 12,000 പിള്ളേരുണ്ട്. ആദ്യമേ പിള്ളേർ കൂവാൻ തുടങ്ങി. അത് കഴിഞ്ഞ് കടലാസ് കൊണ്ട് എനിക്കിട്ട് എറിഞ്ഞു. അത് കഴിഞ്ഞ് പുസ്തകങ്ങൾ കൊണ്ട് എറിഞ്ഞു. നിർത്തിയില്ല. അവസാനം ഞാൻ പ്രസംഗം നിർത്തുമ്പോൾ 250 ഷൂസ് ഉണ്ടായിരുന്നു സ്റ്റേജിൽ. എനിക്ക് വേണമെങ്കിൽ ഒരു ഷൂവിൻ്റെ കട തുടങ്ങാമായിരുന്നു. ഞാൻ തീരുമാനിച്ചില്ല, ഞാനൊരു പ്രസംഗനായിട്ടേ പറ്റുള്ളൂ. തിരിച്ചു ഭിത്തിയോട് പോയി സംസാരിച്ചു. കുറേ നാൾ കഴിഞ്ഞിട്ട് പ്രസംഗിക്കാൻ വന്നു. ഒരു സമ്മാനവും കിട്ടിയില്ല, കിട്ടിയില്ല എന്നുള്ള പോലെ അത്ഭുതം നടന്നു. പിന്നെ പ്രസംഗിച്ച് കൊച്ചു സമ്മാനം കിട്ടി. അത് വലുതായി വന്നു. അവസാനം ഞാൻ ഇന്ത്യയിലെ ഏറ്റവും നല്ല പ്രസംഗകനായി 3 വർഷം, ബെസ്റ്റ് നാഷണൽ ഡിബേറ്റ് 3 വർഷം. കൊണ്ട് എനിക്ക്
ഏറ്റവും നല്ല പ്രസംഗകനായി. അത് കഴിഞ്ഞ് IAS പരീക്ഷ എഴുതാൻ തീരുമാനിച്ചു. എന്തുകൊണ്ടാണ് IAS പരീക്ഷ എഴുതാൻ തീരുമാനിച്ചത്? ഞാൻ തീരുമാനിച്ചു എനിക്ക് നല്ല അധികാരമുള്ള ഒരു പദവി വേണം. എൻ്റെ കാഴ്ചപ്പാടിൽ അധികാരം എന്ന് പറഞ്ഞാൽ എന്താ, ഈ പോലീസ് സല്യൂട്ടും ഒന്നും അല്ല. എൻ്റെ കാഴ്ചപ്പാടിൽ അധികാരം എന്ന് പറഞ്ഞാൽ മനുഷ്യ മനസ്സിൽ സന്തോഷം കൊണ്ടുവരിക. ഇതാണ് എൻ്റെ കാഴ്ചപ്പാടിൽ അധികാരം. ആ ജോലി വേണം. നമുക്കിപ്പോൾ കളക്ടർമാർക്ക് ധാരാളം കാര്യങ്ങൾ ചെയ്യാൻ സാധിക്കുന്നു. അതുകൊണ്ട് ഞാൻ IAS എഴുതാൻ തീരുമാനിച്ചു. ആകെ 9 മാസമുള്ളായിരുന്നു പഠിക്കാനായിട്ട്. ഞാൻ പഠിച്ചു മുഴുവൻ സാമ്പത്തിക ശാസ്ത്രമാണ്. പക്ഷേ അന്ന് 3 ലോവർ ഓപ്ഷൻസ് വേണമായിരുന്നു, 2 ഹയർ ഓപ്ഷൻസ് വേണം. ഇപ്പോഴത്തെ പോണക്കല്ല, ഇപ്പോൾ ഒറ്റ ഓപ്ഷൻ മാത്രം എടുത്താൽ മതിയല്ലോ. ഞാനെടുത്തത് ഹിസ്റ്ററി, സോഷ്യോളജി, ഫിലോസഫി, ഒരിക്കലും പഠിക്കാത്ത വിഷയങ്ങൾ. പക്ഷേ ഞാനൊരു ഡയറിയിൽ എഴുതി വെച്ചു ഞാൻ ടോപ്പറാകാൻ പോവാന്ന്. ഇച്ചിരി നമ്മുടെ അഹങ്കാരമാണെന്ന് വെച്ചു. അതൊരു പോസിറ്റീവ് ആണല്ലോ, പോസിറ്റീവാണ്. പക്ഷേ ഞാൻ ആ 9 മാസം പഠിച്ചപ്പോൾ 8 മണിക്കൂർ ഞാൻ പഠിക്കുകയുള്ളൂ. അതിനപ്പുറത്ത് ഞാൻ പഠിക്കുകയില്ല. കഴുത പോണക്ക് പഠിച്ചിട്ട് ഒരു കാര്യമില്ല. ഞാൻ ആ സമയത്ത് സിനിമ കാണാൻ പോകുമായിരുന്നു, ഡിസ്കോയിൽ പോകുമായിരുന്നു, ഫ്രണ്ട്സിൻ്റെ കൂടെ പോകുമായിരുന്നു, കറങ്ങി നടക്കുമായിരുന്നു. പക്ഷേ 8 മണിക്കൂർ പഠിക്കുമ്പോൾ അത് പഠിത്തമായിരുന്നു. ഞാൻ ടൈം ടേബിൾ മൊത്തം ഉണ്ടാക്കിയിട്ടാണ് ആദ്യത്തെ പേജ് തുടങ്ങുന്നത്. ഇന്ന മണിക്കൂർ ഞാൻ എഴുന്നേക്കും, ഇത്ര മണിക്കൂർ ഞാൻ പഠിക്കും. ഒരു വിഷയം 2 മണിക്കൂർ പഠിക്കുകയില്ല. അത് കഴിഞ്ഞൊരു ബ്രേക്ക് എടുക്കും. പക്ഷേ ഞാൻ നോട്ട് എഴുതും. പക്ഷേ ഞാൻ എഴുതുന്ന നോട്ട് ഒറ്റ പേജേ കാണുള്ളൂ, പോയിൻ്റ് വെച്ചിട്ട്. ഇങ്ങനെ അത് കഴിഞ്ഞിട്ട് 3 മാസം റിവിഷന് വേണ്ടി. അപ്പോൾ ഞാൻ പരീക്ഷ എഴുതി കഴിഞ്ഞപ്പോൾ റിസൾട്ട് വന്നപ്പോൾ ഞാൻ എഴുതിയ എല്ലാ വിഷയത്തിലും ഞാൻ ടോപ്പറായി. ഞാൻ ഇൻ്റർവ്യൂ ഞാൻ കുളവാക്കി. കാരണം ഞാൻ ഏറ്റവും നല്ല പ്രസംഗികനായതുകൊണ്ട് ഞാൻ എല്ലാം സർക്കാരിനെതിരെ പറഞ്ഞു. എല്ലാം. അത് മഹാപൊട്ടത്തരമാണ് ചെയ്ത്. അവസാനം എനിക്ക് 50% മാത്രമേ ഇൻ്റർവ്യൂവിൽ കിട്ടിയുള്ളൂ. ഞാൻ 1ാം പൊസിഷനിൽ അങ്ങ് താഴോട്ട് പോയി 8ാം പൊസിഷനിലേക്ക് പോയി. കുഴപ്പമില്ല, എന്നാലും കേരളത്തിൽ നിന്ന് ടോപ്പറായിരുന്നു. ഞാൻ IAS കയറിയിട്ട്, സാറിന് എല്ലാവരും IAS അക്കാഡമി ചെല്ലുമ്പോൾ അവരുടെ സ്വപ്നം സാഫല്യമായി. പിന്നെ ഒന്നും ആരെയും കാണണ്ട, എല്ലാം ടോപ്പിലെത്തി. പിന്നെ വായിക്കുകയില്ല, ആരും പറഞ്ഞാൽ കേൾക്കുകയില്ല, ഒന്നും ശ്രദ്ധിക്കുകയില്ല. ഞാൻ തീരുമാനിച്ചു ഇതെൻ്റെ തുടക്കമാണ്. ഞാൻ മനുഷ്യ മനസ്സിൽ സന്തോഷം കൊണ്ടുവരണം. അപ്പോൾ അങ്ങനെ ഞാൻ സർവീസിലൊരു വിപ്ലവകാരിയായിരുന്നു. ദേവികുളം സബ് കളക്ടറായി തുടങ്ങി. മംഗളാദേവി ക്ഷേത്രം MGR പിടിച്ചെടുക്കുമെന്ന് പറഞ്ഞപ്പോൾ ഞാൻ അദ്ദേഹത്തിനെ അറസ്റ്റ് ചെയ്യുമെന്ന് പറഞ്ഞു. വെറും 27 വയസ്സുള്ള ഞാനാണ്. അത് കഴിഞ്ഞ് കോട്ടയം കളക്ടറായി. ഏകദേശം 4 വർഷത്തോളം അവിടെ ഇരുന്നു. ഏറ്റവും കൂടുതൽ എനിക്ക് തോന്നുന്നു കളക്ടറായിട്ടിരുന്ന ഞാനാണെന്ന് തോന്നുന്നു കേരളത്തിൽ. അവിടെ കോട്ടയത്തെ ഇന്ത്യയിലെ ആദ്യത്തെ പൂർണ്ണ സാക്ഷരതയുള്ള നഗരമാക്കി മാറ്റിയത് ജനങ്ങളുടെ എല്ലാം കൂടെ കൂടിയാണ് കേട്ടോ. ഇതൊന്നും ഞാൻ ചെയ്തൊന്നും ഞാൻ പറയുന്നില്ല, ജനങ്ങളും കളക്ടറും എല്ലാം കൂടെ ഒരുമിച്ച്. അത് കഴിഞ്ഞ് ജനസമ്പർക്ക പരിപാടി കേരളത്തിൽ ആദ്യം തുടങ്ങുന്നത് കോട്ടയത്താണ്. ഇതെൻ്റെ 1996 എഴുതിയ ഇന്ത്യ മാറ്റത്തിന് മുഴക്കത്തിൽ എന്ന പുസ്തകത്തിൽ 64ാമത്തെ പേജ് മുതൽ 6-7 പേജ് ഇതിനെപ്പറ്റി വിശദമായിട്ട് പറയുന്നുണ്ട്. എൻ്റെ 2000 ഉദ്യോഗസ്ഥരെ ഞാൻ ഒരു ഗ്രാമപഞ്ചായത്തിലേക്ക് കൊണ്ടുപോയി അവിടുത്തെ സകല പ്രശ്നങ്ങൾ തീർക്കുക. അത് 3 മാസം അതിന് സമയമെടുക്കും. പരാതികൾ മേടിക്കും. 10,000 പരാതികൾ കിട്ടുമായിരുന്നു. അത് 1 മാസം കൊണ്ട് പരിശോധിച്ചിട്ട് ഞങ്ങൾ പോകുമായിരുന്നു. ഈ പരിപാടി എൻ്റെ കോട്ടയം ജില്ലയിൽ മൊത്തം എല്ലാ പഞ്ചായത്തിലും 2 പ്രാവശ്യം ചെയ്തു. 98 മുതലാണ് ഞാൻ ചെയ്തത്. ഇത് ഉമ്മൻചാണ്ടി സാർ പിന്നെ മുഖ്യമന്ത്രി ആയി വന്നപ്പോൾ അദ്ദേഹം എന്നെ വിളിച്ച് ചോദിച്ചു ഇത് എങ്ങനെയാണ് നടത്തുന്നത്. അദ്ദേഹം എൻ്റെ കൂടെ പല പരിപാടിക്കും വന്നിട്ടുണ്ടാകും നേരത്തെ. അദ്ദേഹം കോട്ടയം ജില്ല ആയതുകൊണ്ട്. അപ്പോൾ അദ്ദേഹം അത് പരിപാടി പിന്നെയും തുടങ്ങി. അദ്ദേഹം വലിയ ജനകീയനായി, വലിയ പോപ്പുലറായി. വളരെ നല്ല കാര്യമാണ്. നല്ല ആശയങ്ങൾ എവിടെ കണ്ടാലും അത് എടുക്കുക എന്നുള്ള നല്ല കാര്യമല്ലേ. പിന്നെ ഞാൻ കോട്ടയം കളക്ടർ എന്നല്ല, അത് കഴിഞ്ഞിട്ട് ഡൽഹിക്ക് പോയി, ഡൽഹി കമ്മീഷനായിട്ട്. അവിടെ പോയി ആദ്യത്തെ സൗത്ത് ഇന്ത്യൻ കമ്മീഷനാണ്. എല്ലാവരും എന്നെ മദ്രാസിൽ നിന്ന് വിളിച്ചു. ഈ മദ്രാസിക്ക് ഒന്നും ചെയ്യാൻ പറ്റിയില്ല, ഹിന്ദി അറിയത്തില്ല, രാഷ്ട്രീയ സ്വാധീനമൊന്നുമില്ല. ഞാൻ പറഞ്ഞു നോക്കട്ടെ. ഞാനും എൻ്റെ DDL ഉണ്ടായിരുന്ന 36,000 തൊഴിലാളികളും കൂടി ഞങ്ങൾ 14,310 കൊട്ടാരങ്ങൾ അവിടുത്തെ മാൻഷൻസ് ഇടിച്ചു പൊളിച്ചു. മഫിയയുടെ ആദ്യം ഇടിച്ചു പൊളിച്ച് അവിടുത്തെ ഏറ്റവും വലിയ പ്രഗത്ഭനായ ഏറ്റവും വലിയ മഫിയ നേതാവായിരുന്ന കോൺഗ്രസിൻ്റെ പ്രസിഡൻ്റായിരുന്ന മുൻ കേന്ദ്രമന്ത്രിയായിരുന്ന HKL ഭഗത്തിൻ്റെ HKL ഭഗത്ത് 1984 ഇന്ദിരാഗാന്ധി മരിച്ച ശേഷം 5000 സർദാർജിമാരെ ജീവനോടെ കൊല്ലാൻ അതിന് മുൻകൈ എടുത്ത ആളാണ്. അദ്ദേഹത്തിന് ആദ്യത്തെ ഘട്ടം ഇടിച്ചു പൊളിക്കുന്നത്. അതിന് വലുപ്പം എത്രയാണെന്നറിയാമോ? 2 ലക്ഷം സ്ക്വയർ അടി. ഞാൻ ഈ 5 വർഷവും ഓഫീസിലല്ലായിരുന്നു, ഞാൻ റോഡിലായിരുന്നു. അതാണിപ്പോൾ ന്യൂ ഡൽഹി. ന്യൂ ഡൽഹി. ഞാൻ ജനങ്ങളുടെ കൂടെയായിരുന്നു. ന്യൂ ഡൽഹി മാത്രമല്ല, മൊത്തം ഡൽഹി DDയുടെ കമ്മീഷനായിട്ട്. അപ്പം ഞാൻ ഈ ഓഫീസിൽ ഇരിക്കുന്ന ആളല്ല. കളക്ടറായിരിക്കുമ്പോൾ ഞാൻ ഗ്രാമത്തിലായിരുന്നു. ഇവിടെ ഞാൻ എല്ലാ ദിവസവും റോഡിലുണ്ടായിരുന്നു എൻ്റെ കൂടെ ആൾക്കാരുടെ കൂടെ. ഞങ്ങൾ എല്ലാവരും പറയും ഇത് അത്ഭുതമല്ലേ. ഇതിനകത്ത് ഒരു അത്ഭുതമില്ല. വേണമെന്ന് വെച്ചാൽ നമുക്ക് ചെയ്യാം. എല്ലാ രാഷ്ട്രീയക്കാരെയും ഉപദ്രവിച്ചിട്ടുണ്ട്. അന്ന് ഭരിച്ചിരുന്ന ആൾക്കാരുടെയാണ് ഏറ്റവും കൂടുതൽ ഇടിച്ചു പൊളിച്ചു. ഒരു ഫോൺ കോളും ആരുടെ എനിക്ക് ഒരിക്കലും വന്നിട്ടില്ല. പിന്നെ അതൊക്കെ കഴിഞ്ഞിട്ട് ഞാൻ ഡൽഹിയിൽ 1 വർഷം അവധിയെടുത്ത് ഞാൻ അവിടെ ചേരിയിൽ പ്രവർത്തിച്ചു എൻ്റെ ഭാര്യയുടെ കൂടെ. ഭാര്യയുടെ വലിയൊരു ചേരി പ്രോജക്റ്റ് ഉണ്ടായിരുന്നു. തിരിച്ച് കേരളത്തിൽ വന്നു. പിന്നെ 2000 ഞാൻ ഉന്നത വിദ്യാഭ്യാസ സെക്രട്ടറി ആയിരിക്കുമ്പോഴാണ് ഞാൻ എൻട്രൻസ് കമ്മീഷനും കൂടിയായിരുന്നു.
അന്ന് കേരളത്തിൽ നിന്ന് 2 ലക്ഷം പിള്ളേർ പുറത്തു പോയി എഞ്ചിനീയറിംഗ് മെഡിസിൻ പഠിക്കുന്നുണ്ടായിരുന്നു. കാരണം 50 വർഷമായിട്ട് LDFും UDFിൻ്റെയും ഒരുമിച്ച് നിന്ന ഒരു തീരുമാനമാണ് ഇവിടെ പ്രൈവറ്റ് മേഖലയിൽ പ്രൊഫഷണൽ കോളേജ് എഞ്ചിനീയറിംഗ് മെഡിക്കൽ ഒന്നും തുടങ്ങിയില്ല. ആകെ 300 സീറ്റ് മെഡിസിൻ ഉണ്ടായിരുന്നുള്ളൂ, 3000 സീറ്റ് എഞ്ചിനീയറിങ്ങിന്, 700 സീറ്റ് നഴ്സിങ്ങിന്. ബാക്കി 2 ലക്ഷം പിള്ളേർ പോയി പുറത്ത് പോയിക്കുക. ഞാൻ PG ജോസ് സാർ എൻ്റെ മന്ത്രിയോട് ഞാൻ പറഞ്ഞു, PG ജോസ് സാറിനോട് നമ്മുടെ പിള്ളേരോട് പഠിക്കേണ്ടത്. അദ്ദേഹം പറഞ്ഞു അൽഫോൺസ് പറഞ്ഞത് ശരിയാണ്, പക്ഷേ ഇത് നടക്കുകയില്ല. കാരണം UDFും LDFും സമ്മതിക്കുകയില്ല. ഞാൻ പറഞ്ഞ ഒരു കാര്യം ചെയ്യാം, ഞാൻ അങ്ങ് അനുമതി കൊടുത്തോളാം, മന്ത്രി എൻ്റെ കൂടെ നിന്നാൽ മതി. അദ്ദേഹം സമ്മതിച്ചു, അങ്ങനെ അനുമതി കൊടുത്തു. സുഭാഷേ, ഇങ്ങനെയാണ് കേരളത്തിൽ ആദ്യമായിട്ട് 13 എഞ്ചിനീയറിംഗ് കോളേജുകൾ 2001 തുടങ്ങുന്നത്. അത് കഴിഞ്ഞ് വന്ന AK ആന്റണി സാറ് മെഡിക്കൽ കോളേജുകൾക്ക് അനുവാദം കൊടുക്കേണ്ടി വന്നു. കാരണം ഞാൻ അനുവാദം കൊടുത്തുകൊണ്ട് ഇതും കൊടുത്തേ പറ്റുള്ളായിരുന്നു. അങ്ങനെ കേരളത്തിൽ 2 ലക്ഷം സീറ്റുകളായി മെഡിസിന്, എഞ്ചിനീയറിങ്, നഴ്സിങ് എന്ന് വിചാരിച്ചാൽ, ഞാൻ പറയുന്നതിന് അർത്ഥം ഒരു വ്യക്തി വിചാരിച്ചാൽ എവിടെ വേണമെങ്കിലും മാറ്റങ്ങൾ നടത്താം. സാറന്ന് എൻട്രൻസ് കമ്മീഷണറായിട്ട് ഇരുന്നിട്ട് സാർ എൻട്രൻസിൻ്റെ ഡേറ്റ്, എക്സാം ഡേറ്റ്, ഞാനത് വായിച്ചിട്ടുള്ളത്, എക്സാം ഡേറ്റ് ഫിക്സ് ചെയ്യും, അന്ന് തന്നെ സാർ അത് കൊണ്ടുവരികയും ചെയ്തു. അതിനുവേണ്ടി രാപകളൊക്കെ വർക്ക് ചെയ്യിച്ചു, സ്റ്റാഫായിട്ടൊക്കെ. വലിയൊരു വലിയ വാർത്തയായിരുന്നു. അതൊരു അത്ഭുതമാണ്. ഒന്നും നടക്കാത്ത കേരളത്തിൽ എന്ന് പറഞ്ഞാൽ എല്ലാം പതിയെ നടക്കുന്നുള്ളൂ. സാധാരണ 3 മാസം എടുക്കുമായിരുന്നു എൻട്രൻസ് എക്സാമിനേഷൻ റിസൾട്ട് പുറത്തിറക്കാൻ. അത് കഴിഞ്ഞ് ആരെങ്കിലും കോടതിയിൽ പോകും, കോടതി അതിൽ സ്റ്റേ കൊടുക്കും. ഒരു 6 മാസം എടുക്കുമായിരുന്നു ഇതിൻ്റെ ഫൈനൽ റിസൾട്ട് വരാൻ. അന്നേരത്തേക്ക് അപ്പനമ്മമാർക്കും കുട്ടികൾക്കും എല്ലാം ടെൻഷൻ, ആരും ഉറങ്ങുന്നില്ല. ഞാൻ അവിടെ ചെന്നു, അതേ സ്റ്റാഫ് 24 ആൾക്കാർ, അതേ കമ്പ്യൂട്ടർ, അതേ സ്കാനിങ് മെഷീൻ. ഞങ്ങൾ പറഞ്ഞു ഇവിടെ മാറ്റങ്ങൾ വരും. ഞാൻ പറയും നമുക്ക് ഈ ഓഫീസിനെ ലോകത്തിലെ ഏറ്റവും മോശം ഓഫീസാണ്, തല്ലിപ്പൊളി ഓഫീസെന്നാണ് എല്ലാവരും പറയുന്നത്. നമുക്കിതിനെ ലോകത്തിലെ ഏറ്റവും നല്ല ഓഫീസാക്കി മാറ്റണം. സാർ നമുക്ക് ട്രൈ ചെയ്യാം. ഞങ്ങൾ എക്സാം കഴിഞ്ഞ് ഞങ്ങൾ 7ാമത്തെ ദിവസം ഞങ്ങൾ റിസൾട്ട് പുറത്തിറക്കി. മുൻകൂട്ടി പറഞ്ഞു ഇന്ന ദിവസം ഇറക്കുമെന്ന്. അതാരാ ചെയ്തെന്നറിയോ? യൂണിയൻകാർ തന്നെ എൻ്റെ അടുത്ത് വന്നു, സാറേ നമുക്ക് ആർക്കും വീട്ടിൽ പോകണ്ട, നമുക്ക് റിസൾട്ട് പുറത്തിറക്കിയിട്ട് വീട്ടിൽ പോയാൽ മതി. ഞാൻ കുറേ വീട്ടിൽ നിന്ന് മാട്രസും ഒക്കെ കൊണ്ടുവന്ന് മട്ടൻ ബിരിയാണിയും ചിക്കൻ ബിരിയാണിയും എല്ലാം ഓർഡർ ചെയ്ത് കുറേ നല്ല മ്യൂസിക് സിസ്റ്റം ഫിക്സ് ചെയ്ത്, ഞാൻ പറഞ്ഞു നിങ്ങളുടെ പിള്ളേരെയൊക്കെ ഓഫീസിലേക്ക് കൊണ്ട് എല്ലാവരും ഡാൻസും കൂത്തും ഒക്കെ ആയിട്ട് ഞങ്ങൾ 7ാമത്തെ ദിവസം ഞങ്ങൾ റിസൾട്ട് പുറത്തിറക്കിയപ്പോൾ 6 പത്രങ്ങൾ ഞങ്ങളെപ്പറ്റി എഡിറ്റോറിയൽ എഴുതി. എൻട്രൻസ് കമ്മീഷണറുടെ ഓഫീസിന് 1ാം റാങ്ക് എന്ന്. ഇവിടെ അവസാനിക്കുന്നില്ല. പോസ്റ്റ് ഗ്രാജുവേറ്റ് മെഡിസിൻ, PG മെഡിസിൻ്റെ റിസൾട്ട് ഞങ്ങൾ 2ാമത്തെ ദിവസം പുറത്തിറക്കി. സൂപ്പർ സ്പെഷ്യാലിറ്റി ഞാൻ രാവിലെ പരീക്ഷ നടത്തി, ഉച്ച കഴിഞ്ഞ് റിസൾട്ട് പുറത്തിറക്കി. ഇതൊക്കെ കേരളത്തിൽ സാധിക്കുകയല്ലേ? അതേ ആൾക്കാർ, അതേ കമ്പ്യൂട്ടർ, അതേ സ്കാനർ. എന്തുകൊണ്ട് കേരളത്തിൽ കാര്യങ്ങൾ നടക്കുന്നത്? ഇതൊക്കെ എൻ്റെ ചോദ്യങ്ങളാണ്. ഇതൊക്കെ ഞാൻ വലിയ തലയുള്ള IAS ഉദ്യോഗസ്ഥനാണ്. ഞാൻ ബാക്കിയുള്ള IAS ഉദ്യോഗസ്ഥരെപ്പാണ് മാത്രം കഴിവുള്ള ആളാണ്. എനിക്ക് പ്രത്യേക കഴിവൊന്നുമില്ല. പക്ഷേ ഇതൊക്കെ നമ്മളങ്ങ് തീരുമാനമെടുത്ത് ഒരു കാര്യം നടത്തണമെന്ന് വിചാരിച്ചാൽ എന്തു വേണമെങ്കിലും നമുക്ക് നടത്താൻ സാധിക്കും. അത് കഴിഞ്ഞ് സാർ ലാൻഡ് യൂസ് ബോർഡ് കമ്മീഷണറായിട്ട് വരുമ്പോഴാണ് റിമോട്ട് സെൻസിങ്ങിൻ്റെ ഇത് കഴിഞ്ഞിട്ട് റിസൾട്ട് പുറത്തിറങ്ങി കഴിയുമ്പോൾ ഞാൻ അഡ്മിഷൻ ചെയ്ത് കഴിഞ്ഞപ്പോൾ സർക്കാർ മാറി. AK ആന്റണി സാർ മുഖ്യമന്ത്രിയാവുന്നു. നാലകത്ത് സൂപ്പി വിദ്യാഭ്യാസ മന്ത്രിയാവുന്ന അദ്ദേഹം എന്നെ ഒരു ദിവസം വിളിച്ചു. ജീവിതത്തിൽ ആദ്യമായിട്ട് സംഭവിക്കുക, എൻ്റെ ജീവിതത്തിൽ ഒരിക്കലും ഒരു രാഷ്ട്രീയ ഇടപെടൽ ഉണ്ടായിട്ട് ആദ്യമായിട്ട് അദ്ദേഹം എന്നെ അദ്ദേഹത്തിൻ്റെ ഓഫീസിലേക്ക് വിളിച്ചിട്ട്, പുറകിലൊരു കൊച്ചുമുറിയുണ്ട്, അവിടോട് വിളിച്ചിട്ട് പറഞ്ഞു, ഇതാ ഒരു മുള്ള നിൽക്കുന്നു, ഈ മുള്ളയുടെ മകനെ പരീക്ഷ എഴുതിയിട്ടുണ്ട്, അവൻ ജയിക്കില്ല, അവൻ മെഡിക്കൽ കോളേജിലേക്ക് പോവുകയില്ല, അവൻ റാങ്ക് മോശമാണ്, അവൻ്റെ വരുമാന സർട്ടിഫിക്കറ്റ് മാറ്റി വെച്ചാൽ അവൻ നേരെ മെഡിക്കൽ കോളേജിലേക്ക് പോകും, അതൊന്നും ചെയ്യാൻ. ഞാൻ പറഞ്ഞു ചെയ്യാൻ പറ്റിയതാ, ഇല്ലീഗലാണ്, നമ്മൾ മാത്രമേ അറിയുള്ളൂ. ഞാൻ പറഞ്ഞു അതുകൊണ്ടാണല്ലോ ഞാനിവിടെ ഇരിക്കുന്നത്, ചെയ്യാൻ പറ്റൂല, അത് ചെയ്തേ പറ്റുള്ളൂ. ഞാൻ പറഞ്ഞത് ക്രിമിനലാണ്. പിന്നെ ഇൻസ്റ്റിറ്റ്യൂട്ട് ഞാൻ പറഞ്ഞു മിനിസ്റ്റർ ക്രിമിനലാണെന്ന് പറഞ്ഞ് ഞാൻ ഇറങ്ങിപ്പോയി. എന്നെ അടുത്ത ദിവസം മന്ത്രിസഭയുടെ ഐറ്റങ്ങൾ വരുന്നതിന്, അജണ്ട വരുന്നതിന് മുമ്പ് എൻ്റെ വിഷയം എടുത്ത് മന്ത്രി കൊണ്ടുവന്ന് മുഖ്യമന്ത്രിയുടെ അനുമതിയോട് എന്നെ മാറ്റി ലാൻഡ് യൂസ് ബോർഡിലേക്ക് കമ്മീഷനാക്കി. ഒരു പണിയില്ലാത്ത ആ ഓഫീസിൽ നമ്മൾ പരിസ്ഥിതി നമ്മുടെ വിഷയമാക്കി മാറ്റി, മഴവെള്ളം കുടിവെള്ളം എന്ന വിഷയം കൊണ്ടുവന്നു. അന്ന് ബോസൻ്റെ കൂടെ ജലമായിട്ടൊക്കെ അതെ നമ്മളാക്കി. നമ്മൾ മലയാള മനോരമ ഇതുമായിട്ട് സഹകരിച്ച് അവരുടെ ഒരു വലിയ വിഷയമാക്കി മാറ്റി. നമ്മൾ മഴവെള്ളം ഈ റെയിൻ വാട്ടർ ഹാർവെസ്റ്റിംഗ് വീടുകളൊക്കെ ഉണ്ടാക്കുമ്പോൾ അത് കമ്പൽസറി ആക്കുന്നതൊക്കെ നമ്മുടെ ആ പ്രചരണത്തിൻ്റെ ഭാഗമായിട്ട് നടന്നു. ഗവൺമെൻറ് ഏറ്റെടുത്തു. അപ്പോൾ ഒരു പണിയില്ലാത്ത ഓഫീസിൽ ചെന്നിട്ടും അവിടെ ഞാൻ 4 അന്ന് വരെ ലാൻഡ് യൂസ് ബോർഡ് അറിഞ്ഞിരുന്ന ചീഫ് സെക്രട്ടറിമാരെ, മുഹമ്മദ് റിയാസ് സാറിനെയൊക്കെ അങ്ങനെയുള്ള ആളുകളെയൊക്കെ അങ്ങോട്ട് എന്തെങ്കിലും പ്രശ്നം വന്ന് മാറ്റുന്നൊരു സ്ഥലമായിട്ടാണ്. പക്ഷെ അതിനെ മാറ്റിയെടുത്തു. നമ്മൾ എല്ലാ ദിവസവും പത്രത്തിന് ഫ്രണ്ട് ഒരു പണിയില്ലാത്ത ഓഫീസിൽ നമ്മൾ ധാരാളം പണിയുണ്ടാക്കി. എഡിറ്റോറിയലൊക്കെ വന്നിരുന്നു. ഞാൻ ഏറ്റവും കൂടുതൽ ആസ്വദിച്ച ഒരു ഓഫീസാണ് ഒരു പണിയില്ലാത്ത ഓഫീസ്. അപ്പം നമുക്ക് വേണമെന്ന് വെച്ചാൽ ബോസേ, നമുക്ക് ഏത് പണിക്കും അർത്ഥം കൊണ്ടുവരാം, അവിടെ മാറ്റങ്ങൾ കൊണ്ടുവരാം. നമ്മൾ സർക്കാർ നമ്മളെ സ്ഥലം മാറ്റം എന്ന് പറഞ്ഞിട്ട് നമ്മൾ കേസ് കൊടുക്കേണ്ടതോ കോടതിയിൽ പോകേണ്ടതോ ഇതിന് ഒരു കാര്യമില്ല. സർക്കാർ പറയുന്നിടത്ത് പോവുക, പണി ചെയ്യുക, ജീവിതത്തിൽ അർത്ഥം ഉണ്ടാക്കുക, മനുഷ്യ ജീവിതത്തിൽ അർത്ഥം ഉണ്ടാക്കുക, ഇതൊക്കെയാണ് എൻ്റെ പോളിസി.
അല്ല, അപ്പോൾ ഞാൻ ഒരു ലാസ്റ്റ് ചോദിച്ചു സാർ, ഇപ്പം സാർ ഇത്തരം കാര്യങ്ങൾ ചെയ്യുന്നു, മറ്റ് പല IAS അവരുടെ ഇന്നോവേറ്റീവ് പ്രോജക്റ്റ് നേരത്തെ പലതും കേരളത്തിൽ വന്നിട്ടുണ്ട്, ഞാൻ ആരുടെയും പേര് ഈ ഇൻ്റർവ്യൂവിൽ പറയുന്നില്ല ഈ അഭിമുഖത്തിൽ. പക്ഷേ ഇപ്പോഴത്തെ ഒരു പുതിയ തലമുറയിൽ വരുന്ന IAS നമ്മളിപ്പോൾ പത്രങ്ങളിലൊക്കെ വായിക്കുന്നുണ്ട്, ചീഫ് സെക്രട്ടറിയായിട്ടുള്ള പോര്, തർക്കം, അതിനപ്പുറമുള്ള ഇന്നോവേറ്റീവായി ഓഫീസിൽ ടൈമിന് വരിക, കൂടുതൽ സമയം ചെലവഴിച്ചിരുന്ന് സീരിയസ് ആയി സ്റ്റേറ്റിന് വേണ്ടി പുതിയ പുതിയ ഇന്നോവേറ്റീവ് പ്രോജക്റ്റുകൾ കൊണ്ടുവരുന്നതിലോ വിഷൻ കൊണ്ടുവരുന്നതിലോ ഒരു കുറവുണ്ടോ? ഉണ്ടെങ്കിൽ എന്താണ് സാർ പുതിയ IAS അല്ലെങ്കിൽ ഈ ഇപ്പോഴത്തെ ഒരു സിസ്റ്റത്തോട് സാറിന് പറയാനുള്ള 2 വയസ്സ്? ബസ് എനിക്ക് വലിയൊരു ദുഃഖമുള്ളത്, ഇവിടെ ജൂനിയർ IAS ഉദ്യോഗസ്ഥന്മാർ കക്ഷി കൂടി എല്ലാവരും കൂടെ ഒരുമിച്ച് ചീഫ് സെക്രട്ടറി അറ്റാക്ക് ചെയ്യുക ഒക്കെ വളരെ മോശമാണ്. നമ്മളെല്ലാവരും ഒരുമിച്ച് സംസ്ഥാനത്തിൽ ജനങ്ങൾക്ക് വേണ്ടി നമ്മുടെ ഭരണഘടന 15 ലക്ഷം ആൾക്കാർ പരീക്ഷ എഴുതുന്നതിനകത്ത് നമ്മൾ 100 പേരെ തിരഞ്ഞെടുത്ത് ദൈവത്തിൻ്റെ ഒരു പണി ചെയ്യാനായിട്ട് വിട്ടിരിക്കുന്ന നമ്മളവിടെ സമയം കളഞ്ഞ് ചീഫ് സെക്രട്ടറിയോട് യുദ്ധം ചെയ്യാനോ വേറെ പ്രശ്നമുള്ളത്. ഞാൻ കഠിനാധ്വാനിയാണ്. ഞാൻ എൻ്റെ ജീവിതത്തിൽ IAS ഇരിക്കുമ്പോൾ മിനിമം 12 മണിക്കൂർ ജോലി ചെയ്തിട്ടുണ്ട്. മിക്കവാറും 15 മണിക്കൂറായിരിക്കും. മന്ത്രിയായിരിക്കുമ്പോൾ ആകെ ഉറങ്ങുന്ന 3 മണിക്കൂറായിരുന്നു. എനിക്ക് കഠിനാധ്വാനം ഇഷ്ടമാണ്. കാരണം നമ്മൾ അത്രയും കൂടുതൽ പണി ചെയ്യുന്നു, അത്രയും കൂടുതൽ കാര്യങ്ങൾ നമുക്ക് ചെയ്യാൻ മനുഷ്യ ജീവിതത്തിലേക്ക് സന്തോഷം കൊണ്ടുവരാൻ സാധിക്കും. നമ്മൾ അങ്ങനെ ഒന്നാമതേ ഒരു IAS ഉദ്യോഗസ്ഥനൊരു സ്വപ്നം ഉണ്ടാകണം. ഞാൻ ആ എൻട്രൻസ് ഓഫീസിലേക്ക് കൊണ്ടുവന്ന എന്താ ഒരു സ്വപ്നം കൊണ്ടുവന്നു. ആ സ്വപ്നം എല്ലാവരുമായിട്ട് പങ്കിട്ടു. എല്ലാവരുടെയും സ്വപ്നമായപ്പോൾ എല്ലാവരും കൂടെ പ്രയത്നിച്ച് നമ്മൾ കാര്യങ്ങൾ ചെയ്തു. ഉന്നത വിദ്യാഭ്യാസ സെക്രട്ടറി ആയിരിക്കുമ്പോഴും DDA കമ്മീഷൻ ആയിരിക്കുമ്പോൾ കോട്ടയം കളക്ടർ ആയിരിക്കുമ്പോൾ എല്ലാം ചെയ്തതാ. ആ ഓഫീസിലേക്ക് ഒരു സ്വപ്നം കൊണ്ടുവന്നു. ഒന്നാമത് സ്വപ്നം, ഒന്നാമത് സ്വപ്നം, രണ്ടാമത് സ്വപ്നം പങ്കിടുക എല്ലാവരുമായിട്ട്, മൂന്നാമത് കഠിനാധ്വാനം. ഈ 3 ഇല്ലാതെ കാര്യം നടക്കുകയില്ല. അപ്പോൾ കേരളത്തിലെ IAS എല്ലാം ഒന്ന് ചിന്തിച്ചാൽ നല്ലതാണ്. സ്വപ്നങ്ങൾ ആ ഓഫീസിലേക്ക് കൊണ്ടുവരുന്നുണ്ടോ? ആ സ്വപ്നം ബാക്കി എല്ലാവരോടും പങ്കിട്ട് നമ്മുടെ എല്ലാവരുടെയും പൊതുസ്വപ്നം ആവുന്നുണ്ടോ? കഠിനാധ്വാനം ചെയ്യാൻ തയ്യാറാണോ? ആരും കഠിനാധ്വാനം ചെയ്ത് ചത്തുപോയിട്ടില്ല. നമുക്കപ്പം ഇതൊക്കെ ആവശ്യമാണ്. കേരളത്തിൽ നല്ല മിടുക്കന്മാർ കേരളത്തിലെ IAS 2 ഗുണമുണ്ട്. ഒന്ന്, മിക്കവാറും പേര് 99% ആൾക്കാരും അഴിമതിക്കാരല്ല. വളരെ നല്ല കാര്യമാണ്. രണ്ടാമത്, ഇവിടുത്തെ IAS ഉദ്യോഗസ്ഥർ ആരും രാഷ്ട്രീയവൽക്കരിച്ചിട്ടില്ല. എല്ലാം പൊളിറ്റിക്കൽ ഇൻഡ്യൂട്ട്. വളരെ നല്ല കാര്യങ്ങളാണ്, നല്ല ആൾക്കാരുമാണ്. പക്ഷെ നമുക്ക് വേണ്ടത് ഒരു പുതിയ കാര്യമെന്ന് പറഞ്ഞാൽ ഒരു സ്വപ്നം വേണം. ആ സ്വപ്നം പങ്കിട്ട് കഠിനാധ്വാനം ചെയ്ത് ഇവിടെ മാറ്റം വരുത്തിയേ പറ്റുള്ളൂ ഓരോ IAS ഉദ്യോഗസ്ഥന്മാരും അങ്ങ് തീരുമാനിക്കണം. ഇത് ഫയലിൽ കുറേ എഴുതി വെച്ചുകൊണ്ടോ ഫയൽ ഒപ്പിട്ടുണ്ടോ ഒന്നും മാറ്റം വരാൻ പോകുന്നില്ല. ഇത് അതിനപ്പുറത്തേക്ക് ഞാൻ മാറ്റം വരുത്തുമെന്ന് ഓരോരുത്തരും രാവിലെ എഴുന്നേൽക്കുമ്പോൾ പറയണം. വൈകുന്നേരം പോയി കിടന്നുറങ്ങുന്നതിന് മുമ്പ് ചിന്തിക്കണം, ഇന്ന് ഞാൻ ആ സ്വപ്നം യാഥാർത്ഥ്യമാക്കാൻ എത്ര സ്റ്റെപ്പ് എടുത്തിട്ടുണ്ട്. ഇതൊക്കെയാണ് നമുക്ക് ആവശ്യം. വളരെ സന്തോഷം സാർ. താങ്ക് യു.